അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ മാത്സിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന മൊഡ്യൂളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു മൊഡ്യൂളാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. കുറച്ച് കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യാനും ഒന്ന് ആഡീഷനും സബ്ട്രാക്ഷനും റൂട്ടൊക്കെ കാണാൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മൊഡ്യൂൾ ഈസി ആയിട്ട് ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ് മൊഡ്യൂൾ, പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ പറയുകയാണ് നിങ്ങളോട്. കാരണം ഈ ഒരു ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂൾ ഈസി ആയിട്ട് ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് എന്താ നോക്കിയേ, ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 ആണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ എന്ത് സ്റ്റാൻഡേർഡ് ഫോം. നോട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇക്വേഷൻ വരാറുള്ളത്. അപ്പോൾ അത് നോട്ട് ചെയ്യുക, ax² പ്ലസ് bx പ്ലസ് c ആണ്. പക്ഷേ എന്താണ് ഒരു കണ്ടീഷൻ പറയേണ്ടത്, a ഈസ് നോട്ട് ഈക്വൽ ടു 0, a ഒരിക്കലും 0 ആകില്ല. അപ്പോൾ ഈ ABC എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കൊരു ഡൗട്ട് വരും അല്ലേ. അപ്പോൾ ഈ എയും ബിയും സിയും ഒക്കെ റിയൽ നമ്പേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം, നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാം. ക്ലാസ്സസ് എങ്ങനെയാണ് വരുന്നത് നമുക്കറിയില്ല. അപ്പോൾ അത് നോക്കുക. അപ്പോൾ അവിടുത്തെ എന്താ, എയും ബിയും സിയും ഒക്കെ എന്താ, എയും ബിയും സിയും ഒക്കെ റിയൽ നമ്പേഴ്സ് ആണ്. നോട്ട് ചെയ്യുക, എയും ബി സി ഒക്കെ എന്താണ്, റിയൽ നമ്പേഴ്സ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അതെന്താണ്, റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? എയും ബിയും സിയും ഒക്കെ എന്താ, റിയൽ നമ്പേഴ്സ് ആണ്. എ ഒരിക്കലും എന്താവില്ല, കണ്ടീഷൻ അനുസരിച്ച് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിയില്ലേ? ഇനി നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്തുണ്ട്, ഒരു റൂട്ട്സ് ഉണ്ട്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്തുണ്ട്, റൂട്ട്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ് നമുക്കിപ്പോൾ എക്സ്, അപ്പോൾ എന്തൊക്കെ വാല്യൂ ഇട്ടാലാണ് ഈക്വൽ ടു 0 കിട്ടുന്നത് എന്ന് നമുക്ക് നോട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0, ഇതാണ് നമ്മളുടെ എന്ത്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ഫോർമുല വേണം അല്ലേ. ഈ ഒരു ഇക്വേഷൻ തന്നാൽ മാത്രം പോരാ, നമുക്ക് കാണാറുള്ളതാണ്. അതായത് എയുടെ അവിടെ ചിലപ്പോൾ 2x² പ്ലസ് ഏതെങ്കിലും വാല്യൂസ്, റിയൽ നമ്പേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. വാല്യൂസ് ഒക്കെ ആയിരിക്കും സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസിൽ കണ്ടുവരാറുള്ളത്. അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ്, ഒരു ക്വാഡ്രാറ്റിക് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഫോർമുലയാണ് x ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുന്ന ഫോർമുല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. നമുക്കിത് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, സൊല്യൂഷനാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഡിസ്ക്രിമിനൻറ്റ് കാണാം. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഈ ഡിസ്ക്രിമിനൻറ്റ് കാണാൻ പറഞ്ഞിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നു കഴിഞ്ഞ് ഇത് റിയൽ ആണോ, റൂട്ട്സ് അവിടുത്തെ റിയൽ ആണോ, ഈക്വൽ ടു ആണോ, ഇമേജിനറി ആണോ എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഡിസ്ക്രിമിനൻറ്റ് പറഞ്ഞ ആളിനെ കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം, ഡിസ്ക്രിമിനൻറ്റ്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇത് b² മൈനസ് 4ac, b² മൈനസ് 4ac എന്ന ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഡിസ്ക്രിമിനൻറ്റ് പറയുന്ന ആളെ കണ്ടുപിടിക്കേണ്ടത്. നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഇവിടുത്തെ ഡിസ്ക്രിമിനൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഡി, അതായത് ഡിസ്ക്രിമിനൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആ ഒരു ഇക്വേഷൻ, ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാല്യൂ, നമ്മുടെ ഡിസ്ക്രിമിനൻറ്റ് ഡി ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണെങ്കിൽ ആ റൂട്ട് എന്തായിരിക്കും, റിയൽ ആൻഡ് ഡിസ്റ്റിങ് റൂട്ടാണ്. നോട്ട് ചെയ്യുക. അതുപോലെ ഡി ഈക്വൽ ടു 0 ആണെങ്കിൽ റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് ആണ് കിട്ടുന്നത്. ഡി ഈസ് ലെസ് ദാൻ 0 ആണെങ്കിൽ അതെന്താണ്, ഇമേജിനറി റൂട്ട്സ് ആണ് അവിടെ ലഭിക്കുകയാ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, റൂട്ട് റിയൽ ആണോ ഇമേജിനറി ആണോ എന്ന രീതിയിലൊക്കെ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ ഇത്രയും വലിയ സ്റ്റെപ്പ് ഒന്നും യൂസ് ചെയ്യാതെ, അതായത് റൂട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് p+q അല്ലെങ്കിൽ ചിലപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്നൊക്കെ നമുക്ക് ബുക്കുകളിൽ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് സം ഓഫ് റൂട്ട്സ് ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ്, മൈനസ് b/a വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അതിൻ്റെ സം ഓഫ് റൂട്ട് കിട്ടുന്നതാണ്. പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ c/a. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ABC എന്ന് കാണുന്നില്ലേ, ഇവിടേക്കാണ് ABC. നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട്
മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നൊരു ചാപ്റ്റർ നിങ്ങൾ എടുക്കുമ്പോൾ മെയിനായിട്ട് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഈ ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ സിമ്പിൾ കോൺസെപ്റ്റുകളാണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പ്രോബ്ലംസും ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. റെഡിയല്ലേ? അപ്പോൾ ഓരോ ഇക്വേഷൻസ് നോക്കിയാൽ ക്വാഡ്രാറ്റിക് ഫോർമുല ഞാൻ തന്നിട്ടുണ്ട്, ഡിസ്ക്രിമിനൻറ്റ് തന്നിട്ടുണ്ട്, സം ഓഫ് റൂട്ട്സ്, പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ഉള്ള ബേസിക് കാര്യങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് നോട്ട് ചെയ്യുക, ഓരോ ഇക്വേഷൻസും ഒന്ന് നോട്ട് ചെയ്ത് എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ക്ലിയറായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. റെഡി അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 1 റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² minus 5x plus k equal to 0 is 2. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് k? കെയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എഴുതുക. ഏതാണ് ഇവിടെ വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് നോട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതുക. അപ്പോൾ ഇതിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതാണ്? ഈ ഒരു ക്വസ്റ്റ്യനിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഒന്ന് എഴുതി നോക്കൂ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഏതാ വരുന്നത്? x² മൈനസ് ഏതാ വരുന്നത്? സിംപ്ലിഫൈ ചെയ്ത് സിമ്പിളായിട്ട് നമുക്ക് എഴുതാം അല്ലേ? ഏതാണ്? x² മൈനസ് 5x പ്ലസ് കെ ആണ് നമ്മളുടെ ഇവിടുത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താ? കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? x = 2 എന്ന് നമുക്ക് എടുക്കാം. എന്ത് ചെയ്യാം? x = 2 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക്. അപ്പോൾ എന്ത് വരും? 2² മൈനസ് 5 × 2 plus k = 0. സോ എന്താ കിട്ടുന്നത്? 4 മൈനസ് 10 പ്ലസ് k = 0 കിട്ടും. അപ്പോൾ k = 10 മൈനസ് 4 ദാറ്റ് = 6 എന്ന് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടിയില്ലേ? വളരെ എളുപ്പമല്ലേ? അതായത് 2 വാല്യൂ തന്നിട്ടുണ്ട്. വാല്യൂ കെയിൻ്റെ എക്സിൻ്റെ വാല്യൂ 2 എന്ന് തന്നിട്ടുണ്ട്. കെ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 6 എന്ന് കിട്ടി. വളരെ എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കെ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 2. ദ റൂട്ട് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² പ്ലസ് 3x പ്ലസ് 2 = 0 ആർ ആൽഫ ആൻഡ് ബീറ്റ. റൂട്ട് തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ആൽഫ ആൻഡ് ബീറ്റയിലാണ്. ദെൻ ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് a² പ്ലസ് b². a² പ്ലസ് b² ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കിയേ, എന്താ ചെയ്യേണ്ടത് ഇവിടെ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതി നോക്കൂ. x² പ്ലസ് 3x പ്ലസ് 2 = 0 ആണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? ഇവിടുത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ എന്താണ്? സം ഓഫ് റൂട്ട് അല്ലേ? സം ഓഫ് റൂട്ട് കണ്ടുപിടിക്കാൻ എന്തായിരുന്നു? സം ഓഫ് റൂട്ട്. അപ്പോൾ ഞാൻ p+q തന്നെ എടുക്കാം. p+q സം ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇങ്ങനെയാ സം ഓഫ് റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചത്? -b/c അല്ലേ? അതുപോലെ എന്താ? പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? പ്രൊഡക്റ്റ് ഓഫ് റൂട്ടിന് ഒരു ഫോർമുല ഉണ്ടായിരുന്നില്ലേ? ഓർത്ത് വെച്ചേ. പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ pq. പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് എന്തായിരുന്നു? c/a ആയിരുന്നില്ലേ പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി നമുക്ക് എന്താ അവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്? എന്താ? ഇതിവിടെ ആൽഫ² പ്ലസ് β² എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ a² പ്ലസ് b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ആൽഫ പ്ലസ് ബീറ്റ (² മൈനസ് 2 ആൽഫ ബീറ്റ. ഇങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയേ, p² പ്ലസ് q² ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? p+q (² മൈനസ് 2pq എന്ന് എഴുതി കൂടെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് p+qൻ്റെ വാല്യൂ ഉണ്ട് -b/c. അപ്പോൾ ഈ ഇക്വേഷനിൽ -b/c എന്ന് പറഞ്ഞാൽ ആരാണ്? -b/c എന്ന് പറയുന്നത് ആരാ? b/c എന്ന് പറയുന്നത് ആരാ? നമുക്ക് ആദ്യം എയുടെ വാല്യൂ, ബിൻ്റെ വാല്യൂ, സിൻ്റെ വാല്യൂ ഒക്കെ ഒന്ന് എഴുതി വെക്കാം. അപ്പോൾ കിട്ടും. ഓക്കെ, ഞാൻ എഴുതാണ്. a = ഏതാ? എയുടെ വാല്യൂ എന്താ ഇവിടെ? 1 ആണ് അല്ലേ? ഇതല്ലേ എയുടെ വാല്യൂ 1. ബിയുടെ വാല്യൂ എന്താ? ബിൻ്റെ വാല്യൂ എന്താ?
ആലോചിച്ച് നോക്കിയേ. ബി ഈക്വൽ ടു 3, സി ഈക്വൽ ടു 2. സോ മൈനസ് ബി ബൈ സി എന്ന് പറയുമ്പോൾ -3/2 എന്ന് കിട്ടും അല്ലേ. അതുപോലെ സി ബൈ എ പറയുമ്പോൾ എന്താ 2/1. 2/1 ഈക്വൽ ടു 2. ഇവിടെ എന്താ വരുന്നത് -3/2ഉം 2 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് ഈ ഒരു ഇക്വേഷനിലേക്ക്, അതായത് ഈ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ -2pq സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്താ വരുന്നത്, എന്താ വരിക അവിടെ ബി ബൈ എ ആണ് കേട്ടോ. സോറി, ബി ബൈ എ ആണ് അല്ലേ, ബി ബൈ എ അല്ലേ, ബി ബൈ എ ആണ് കേട്ടോ ഇക്വേഷനിൽ വരുന്ന. മൈനസ് ബി ബൈ എയും സി ബൈ എയും ആണ്. ചെറിയ മിസ്റ്റേക്ക് പറ്റി, ഒന്ന് നോട്ട് ചെയ്യുക. പെട്ടെന്ന് എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്കാണ് കേട്ടോ. ബി ബൈ എ ആണ്. അപ്പോൾ 3/1 ആണ് കേട്ടോ. 3/1 ആണ് വരുന്നത്. ഓക്കെ, സോറി. അപ്പോൾ 3/1 ആണ് വരിക. -3 ആണ് ഇവിടെ കിട്ടുന്നത്. സോ -3 ഹോൾ സ്ക്വയർ -3 ഹോൾ സ്ക്വയർ -2 ഇൻറ്റു 2. പി ക്യു എന്ന് പറയുന്നത് 2 ആണല്ലോ. ഇവിടെ 2 ആണ്, ഇവിടെ എന്താ -3 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും 9 - 4. 9 - 4 എത്രയാ 5. സോ കറക്റ്റ് ആൻസർ എന്താ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അതെന്നെ പോലെ തെറ്റിക്കരുത്, ഞാൻ പെട്ടെന്ന് ചെയ്തപ്പോൾ പി പ്ലസ് ക്യൂ ഈക്വൽ ടു എന്താ -b/a എന്നാണ് ഇക്വേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3യിൽ എന്താ പറയുന്നതെന്ന് നോക്കൂ. ഇഫ് x1 ആൻഡ് x2 എന്നാണ്. ഇഫ് x1 ആൻഡ് x2 ആർ ദ റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 3x² - 2x - 6 = 0. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ് 3x² - 2x - 6 = 0. Then the value of x1² + x2² is equal to, നമ്മൾ ലാസ്റ്റ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അതിൽ α² + β² ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഇവിടെ എന്താ തന്നിട്ടുള്ളത് x1² x2² ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാം? ഇവിടുത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഒന്ന് എഴുതിക്കേ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏത്? എപ്പോഴും ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ ഫസ്റ്റ് തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതാ? 3x² - 2x - 6 = 0. ഇതാണ് നമ്മളുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിലെന്താ എ കണ്ടുപിടിക്കുക. a 3, b = -2, c = എന്താ -6. ഇത്രയും പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ചെയ്തത് എന്താ സം ഓഫ് റൂട്ട്സ് അല്ലേ. സം ഓഫ് റൂട്ട്സ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഞാനിപ്പോൾ ഇവിടെ p + q എന്ന് എഴുതാം. p + q = എന്താ വന്നിട്ടുള്ളത് -c/a ആണ് കേട്ടോ. -c/a ആണ് സം ഓഫ് റൂട്ട്സ് അല്ലേ. അതുപോലെ പ്രൊഡക്റ്റ് എന്തായിരുന്നു? pq. പ്രൊഡക്റ്റ് = എന്താ? പ്രൊഡക്റ്റ് എന്തായിരുന്നു? b/a ആണ് പ്രൊഡക്റ്റ്. b/a. അപ്പോൾ ഇതിൽ തന്നെ ഏതാ -c എന്ന് പറയുന്നത് എന്താ 6 -6 അല്ലേ. അപ്പോൾ -6/3 = -2 എന്ന് കിട്ടും. അടുത്ത എന്താ b/a എന്ന് പറയുമ്പോൾ b എന്ന് പറയുന്നത് -2 ആണ് അല്ലേ. -2 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ വരുന്നത് -2/3 എന്ന് വരും. -2/3 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ കിട്ടുന്നത് x². വീണ്ടും ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് x1² + x2² ആണ് നമ്മളോട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ കിട്ടുന്നത് x1 + x2 (2x1 x2) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എന്താ വരുന്നത് 2/3 (2 × -2 എന്ന് വരും. സോ എന്താ കിട്ടിയത് നമുക്ക് 4/9 -4. ഇവിടെ പ്ലസ് ആണ്, -(-) അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 + 9 × 4
ഹോൾ ഡിവൈഡഡ് ബൈ 9 ചെയ്യുക. സോ എന്താ കിട്ടുന്നത്? 40/9 എന്ന് കിട്ടും. 40/9 എന്ന് കിട്ടും. എളുപ്പമായി ചെയ്യുക. ഞാൻ ഓരോ സ്റ്റെപ്പും പറഞ്ഞു തരുന്നേ ഉള്ളൂ, നിങ്ങളത് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ എളുപ്പമുള്ള, നമ്മൾ ലാസ്റ്റ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ഇവിടെ എന്താ x1² + x2² എന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വർക്കൗട്ട് ചെയ്യാം. Next question, if let x1 and x2 be the root of quadratic equation x² - px - 3 = 0, if x1² + x2² = 10, then what is the value of p? p ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്തിൻ്റെ വാല്യൂ ആണ്? p ന്റെ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം എന്താണ്? x1 + x2 = p അല്ലേ? x1 + x2 = p. അതുപോലെ x1 x2 പ്രൊഡക്റ്റും സമ്മും എഴുതുക =-3 ആണ്. പിന്നെ എന്താ ഉള്ളത്? x1² + x2² = 10. അപ്പോൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പോൾ എന്ത് വരും? x1² + x2². നമ്മളിപ്പോൾ ചെയ്ത അതേ മെത്തേഡുകൾ തന്നെയാണ്, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ വരുന്നത്? x1 + x2² - 2 x1 x2 = 10 എന്ന് നമ്മൾക്ക് ഏതിലുണ്ട്? നമ്മളുടെ ക്വസ്റ്റ്യനിലുണ്ട് കേട്ടോ, 10 എന്നുണ്ട്. സോ ഇവിടെ എന്താണ്? x1 + x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 = നമുക്ക് എങ്ങനെ എഴുതാം? p² - 2 × -3 എന്ന് ചെയ്യാം. സോ ഇവിടെ എന്താ വരുന്നത്? 10 = p² + 6 എന്ന് വരും. സോ p² = 10 - 6 that = 4. സോ p = എന്താ വരുന്നത്? +or -2 എന്ന് ആൻസർ കിട്ടും. +or -2 എന്ന് ആൻസർ കിട്ടും. എല്ലാം ഏകദേശം ഒരേപോലെയാണ് മെത്തേഡ്സ് എല്ലാം. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, -2 അല്ലെങ്കിൽ 2. നമ്മളോട് അതിൻ്റെ പിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നിട്ടുള്ള x1² + x2² = എന്താ? 10 എന്ന് നമ്മൾ എഴുതുന്നു. x1 + x2 = p എന്ന് എഴുതാം. അതിൻ്റെ പ്രൊഡക്റ്റ് എഴുതി 3 എന്ന് എഴുതി. x1 x2 = 3 എന്ന് എഴുതി. പ്രൊഡക്റ്റ് എഴുതി. നമ്മൾ പിന്നെന്താ പ്രോബ്ലം ചെയ്തു. ലാസ്റ്റ് ചെയ്ത മെത്തേഡിൻ്റെ വേറൊരു വേർഷൻ. അതിലെന്താ? പിയുടെ വാല്യൂ, അതായത് ബിയുടെ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സാധാരണ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ a² + bx + c വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്താ? ബിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ പിന്ന് സ്പെസിഫൈ ചെയ്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നു. ക്ലിയർ ആയില്ലേ? p = +or -2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. If the root of equation ax² + 2bx + c = 0 are in the ratio 2:1, then എന്താ ചോദിച്ചുള്ളത്? റൂട്ട് ഓഫ് ദി ഇക്വേഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതായത് ax² + 2bx + c = 0 എന്നാണ് നമ്മളുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുള്ളത്. അതിലെ റേഷ്യോ നോക്കിയേ, 2:1 റേഷ്യോയിലാണ് അത് തന്നിട്ടുള്ളത്, റൂട്ട്സ്. അപ്പോൾ അതിലെ ഇക്വേഷൻ എന്താണെന്നാണ് ഉള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്? ax² + 2bx + c ആണ്. അപ്പോൾ ഇതിലെ വാല്യൂ എന്താ? എന്റെ വാല്യൂ എന്താ? a നമുക്ക് എങ്ങനെ എഴുതാം? a ആണ് വാല്യൂ അല്ലേ? a തന്നിട്ടുണ്ട്. b നമുക്ക് എന്ത് എഴുതാം? 2b ആണ് തന്നിട്ടുള്ളത്, 2b. c ഞാൻ എന്താണ്? സ്മാൾ c ആണ്. ഇവിടുത്തെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വഴി എന്താണ്? അതിൻ്റെ വാല്യൂസ് ഒക്കെ എഴുതി. ഇനി നമുക്ക് എന്ത് വേണം? റൂട്ട്സ്. അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 2:1 എന്ന ക്വസ്റ്റ്യനിൽ റേഷ്യോയും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് റൂട്ട്സ് ഏതൊക്കെയാണ്? നമുക്ക് എന്ത് എഴുതാം? 2α. ഇവിടുത്തെ റൂട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട്സ് ഞാൻ എടുക്കുകയാണ്. റൂട്ട്സ് ഒന്ന് 2α പിന്നെന്താ? വെറും ആൽഫ. അതായത് 2:1 ആയതുകൊണ്ടേ ഇവിടെ നമുക്ക് 2:1 റേഷ്യോ തന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇവിടുത്തെ റൂട്ട്സിനെ എങ്ങനെ സ്പെസിഫൈ ചെയ്തു? 2α ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? സ്പെസിഫൈ ചെയ്യാണ്. അപ്പോൾ സം എഴുതില്ലേ? നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം തന്നെയാണ്, ഞാൻ കൂടുതൽ സ്റ്റെപ്പ് ഒന്നും എഴുതുന്നില്ല. സം 3α ആണ്. സോ -2b/a സം കിട്ടി. പ്രൊഡക്റ്റ് എന്ത് കിട്ടി?
പ്രൊഡക്റ്റ് എന്താണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? പ്രൊഡക്റ്റ് ഈക്വൽ ടു എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് എന്ന് പറയുന്നത് 2 ആൽഫ സ്ക്വയർ ദാറ്റ് ഈക്വൽ ടു എന്താ? C/A. ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്ന് ആൽഫ കണ്ടുപിടിച്ചൂടെ? ആൽഫ ഈക്വൽ ടു -2b/3a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ആൽഫ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാണ് നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ആൽഫേൻ്റെ അതിലേക്ക് അല്ലേ. അതായത് 2 ആൽഫ സ്ക്വയർ ഈക്വൽ ടു C/A ആണല്ലോ. അതിലേക്ക് ആൽഫയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അവിടുത്തെ ആൽഫയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 2 × -2b/3a ഹോൾ സ്ക്വയർ ഈക്വൽ ടു C/A എന്ന് നമുക്ക് എഴുതാം. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2 × -2 the whole square whole divided by 9a square അല്ലേ. 9a square ഈക്വൽ ടു Z/A എന്ന് കിട്ടും. ഇനി അടുത്തത് എന്താ? വീണ്ടും നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? സിംപ്ലിഫൈ ചെയ്യാൻ കേട്ടോ, ഈസിയായി നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാ സ്റ്റെപ്പൊന്നും വേണ്ട, ഞാൻ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് എല്ലാ സ്റ്റെപ്സും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 × എന്ത് വരും? 4b സ്ക്വയർ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 9a സ്ക്വയർ ഈക്വൽ ടു C/A എന്ന് കിട്ടും. C/A എന്ന് കിട്ടും. അപ്പോൾ എന്താ ആൻസർ വരിക? ഒന്ന് സിംപ്ലിഫൈ ചെയ്യൂ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? ഈക്വൽ ടു ഇതും ക്യാൻസലായി. സോ 4 × 2 8b സ്ക്വയർ ഡിവൈഡഡ് ബൈ 8b സ്ക്വയർ ബൈ 9a ഈക്വൽ ടു C എന്ന് കിട്ടും. സോ 8b സ്ക്വയർ ഈക്വൽ ടു 9ac കിട്ടിയോ? 8b സ്ക്വയർ ഈക്വൽ ടു 9ac. ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. The roots of 2x² - 7x + 5 are റൂട്ട്സ് റിയൽ ആണോ അൺഈക്വൽ ആണോ റാഷണൽ ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനൊരു സിമ്പിൾ സ്റ്റെപ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ റിയൽ ആണോ അൺഈക്വൽ ആണോ റാഷണൽ ആണോ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മളുടെ ഇക്വേഷൻ അതായത് സൊല്യൂഷൻ x ഈക്വൽ ടു എന്താണ്? -b ± √b² - 4ac ഡിവൈഡഡ് ബൈ 2a എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാൻ മതി. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2x² - 7x + 5 ആണ്. സോ ഇവിടെ -b എന്ന് പറയുന്നത് 7 അല്ലേ. 7 ± √b² എന്ന് പറഞ്ഞാൽ √b² എന്താ? √b² എന്ന് പറയുന്നത് 7² 49 - 4 × 2 × 5 ആണ് ഡിവൈഡഡ് ബൈ 2 × 2. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചേ. ഇവിടെ എന്താ വരിക? 7 ± √ എന്ത് വരും? 49 - 40 ഹോൾ ഡിവൈഡഡ് ബൈ 4 എന്ന് വരും അല്ലേ. അപ്പോൾ എന്താ കിട്ടുന്നത്? 7 ± 49 - 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? √9 ഡിവൈഡഡ് ബൈ 4. √9 ഈക്വൽ ടു എങ്ങനെയാണ്? 7 ± 3 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ഇവിടെ എന്താ കിട്ടിയിട്ടുള്ളത് നമുക്ക്? 7 + 3 പറയുമ്പോൾ 10 ഡിവൈഡഡ് ബൈ 10/4ഉം പിന്നെ ഒരു റൂട്ട് എന്താ? 7 - 3 പറയുമ്പോൾ 4/4 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? 5/2 and 1 അല്ലേ. ദാറ്റ് ഈക്വൽ ടു കിട്ടുന്നത് 5/2, 1 എന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇവിടെ എന്താ? റിയൽ നമ്പേഴ്സ് ആണ്. 5/2 and 1ഉം റിയൽ നമ്പേഴ്സ് ആണ്. ഈക്വൽ ആണോ? അല്ല, അൺഈക്വൽ ആണ്. പിന്നെന്താ? റാഷണൽ നമ്പേഴ്സ് ആണ്. നമുക്ക് കിട്ടിയ റൂട്ട്സ് അല്ലേ. അപ്പോൾ ഏതാ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്. റിയൽ ആണ്, അൺഈക്വൽ ആണ്, കൂടാതെ എന്താണ്? റാഷണൽ ആണ്. ഈക്വൽ ആണോ? അല്ല അല്ലേ. റിയൽ ആണ്, അൺഈക്വൽ ആണ്. ഇറാഷണൽ ആണോ? അല്ല, ഇറാഷണൽ അല്ല. റാഷണൽ നമ്പേഴ്സ് ആണ് നമുക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് ആൻസറിൽ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെയ്യില്ലേ? വളരെ എളുപ്പമല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സൊല്യൂഷൻ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫോർമുല തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ കിട്ടുന്നതനുസരിച്ച് റൂട്ട് റിയൽ ആണോ അൺഈക്വൽ ആണോ റാഷണൽ ആണോ എന്ന് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ? കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ എളുപ്പമാണ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്.
ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതാ? എക്സ് സ്ക്വയർ മൈനസ് 2kx മൈനസ് 6 ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്. അതിൽ ഒരു റൂട്ട് എന്ന് പറയുന്നത്, അതായത് എക്സ് ഈക്വൽ ടു ഞാൻ എന്ത് പറയാണ് 3 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പോൾ 3 സ്ക്വയർ അല്ലേ, 3 സ്ക്വയർ മൈനസ് 2k ഇൻറ്റു 3 മൈനസ് 6 ഈക്വൽ ടു 0. സോ എന്താ കിട്ടുന്നത്? 9 മൈനസ് 6k മൈനസ് 6 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ എന്താ കിട്ടുന്നത്? ഇവിടെ ആൻസർ നോക്കിയേ, 3 മൈനസ് 6k ഈക്വൽ ടു 0. സോ k ഈക്വൽ ടു 3/6. 3/6 ഈക്വൽ ടു 1/2. 3/6 ഈക്വൽ ടു 1/2. വളരെ എളുപ്പം കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് തന്നെയാണ് നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ 1/2 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. Find the positive difference between the root of the equation 2x square minus 8x plus 6. എന്താ ചോദിച്ചിട്ടുള്ളത്? പോസിറ്റീവ് ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ പോസിറ്റീവ് ഡിഫറൻസ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതാണ് നോക്കിയേ. 2x സ്ക്വയർ മൈനസ് 8x പ്ലസ് 6 ആണ് നമ്മളുടെ എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇവിടുത്തെ വാല്യൂസ്, എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ -8, സിൻ്റെ വാല്യൂ 6, ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിയില്ലേ. ഇനി നമുക്ക് എന്ത് വേണം? നമ്മുടെ ഡിസ്ക്രിമിനൻ്റ് കാണാം. അപ്പോൾ ഞാൻ ഡി എന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഡിസ്ക്രിമിനൻ്റ് ഡി കൊടുക്കുകയാണ്. ഡിസ്ക്രിമിനൻ്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു പറഞ്ഞു തന്നിട്ടുള്ളത്? ബി സ്ക്വയർ മൈനസ് 4ac എന്നാണ് നമ്മളുടെ എന്താ ഡിസ്ക്രിമിനൻ്റ് കാണാനുള്ള ഫോർമുല. അപ്പോൾ ഇതിൽ ബിയിലെ വാല്യൂ എന്താ? -8 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു 6 ചെയ്ത് നോക്കിയേ. ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിച്ചേ. അപ്പോൾ 64 മൈനസ് 48 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 16 എന്ന് ഡിസ്ക്രിമിനൻ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? റൂട്ട് കണ്ടുപിടിക്കണം. റൂട്ട് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയില്ലേ? റൂട്ട് കണ്ടുപിടിക്കാൻ എന്തായിരുന്നു ഇക്വേഷൻ? എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2 ഏത് ചെയ്താൽ മതി? സോ എക്സ് ഈക്വൽ ടു എന്താ വരുന്നത്? -b എന്ന് പറയുമ്പോൾ ഇവിടെ 8 പ്ലസ് ഓർ മൈനസ് റൂട്ട് 60 നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ബി സ്ക്വയർ മൈനസ് 4ac 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താ? 2. സോ കിട്ടുന്നത് എന്താ? എങ്ങനെ ചെയ്യുക? 8 പ്ലസ് ഓർ മൈനസ് 4 അല്ലേ? 4 ഡിവൈഡഡ് ബൈ 4 ആണ്. സോ റൂട്ട്സിൽ വരുമ്പോൾ 8 പ്ലസ് 4 12 ഡിവൈഡഡ് ബൈ 4, അതുപോലെ തന്നെ 4/4 എന്ന് കിട്ടും. 4/4. അപ്പോൾ ആൻസർ വരുന്നത് ഒന്ന് 3ഉം അതുപോലെ 1ഉം ആണ് ഇവിടെ വന്നിട്ടുള്ളത്. 3ഉം 1ഉം ആണ് ഇവിടുത്തെ റൂട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റൂട്ടല്ല കണ്ടുപിടിക്കേണ്ടത്, പോസിറ്റീവ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ റൂട്ട്സ് എന്നാണ്. പോസിറ്റീവ് ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് 3 - 1, അതായത് 3 - 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അവിടുത്തെ ഡിഫറൻസ് കിട്ടുന്ന 2 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ആദ്യം എന്താ തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതുക, ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിക്കുക. ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിച്ചാൽ റൂട്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് എന്താ അതിൽ റൂട്ടിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. പോസിറ്റീവ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ ആണ് ചോദിച്ചത്. അപ്പോൾ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതായത് 3 റൂട്ടിൻ്റെ 3 ഇവിടെ കിട്ടിയിട്ടുള്ള റൂട്ട്സ് 3ഉം 1ഉം ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. 3 - 1 ഈക്വൽ ടു എന്താ കിട്ടിയത്? 2. അപ്പോൾ അതാണ് നമ്മളുടെ പോസിറ്റീവ് ഡിഫറൻസ്. 2 ആണ് ആൻസർ. Next question number 9. Find the difference between the root of the equation x square minus 14x plus 33 equal to 0. Difference between the root തന്നെയാണ് വീണ്ടും കാണാൻ പറഞ്ഞിട്ടുള്ളത്. Difference between the root of the equation എന്തായിരിക്കും? Difference between the root of the equation. അപ്പോൾ നമുക്ക് ഇത് -b plus or minus root of b square minus 4ac divided by 4a എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. വേറൊരു മെത്തേഡ് കൂടി ഇതിനകത്തുണ്ട്. അത് ഞാൻ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. അതായത് ഇവിടുത്തെ ഇക്വേഷൻ എന്താ? എസ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 33 ഈക്വൽ ടു 0. ഇതാണ് ഇവിടുത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഞാൻ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടുത്തെ എയും ബിയും സിയും ഒക്കെ
നമ്മുടെ കയ്യിലുണ്ട്, എന്നാൽ കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അതായത് -b +or- വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇതിനെ ഒന്ന് എന്താണ് സ്പ്ലിറ്റ് ചെയ്ത, അതായത് 14ൻ്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യാണ്, ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണ്. ഈ ഇക്വേഷനെ, സെയിം ഇക്വേഷൻ നമുക്ക് x² - 11x - 3x + 33 = 0 എന്ന് എഴുതിക്കൂടെ? സിംപ്ലിഫൈ, ഈ 14x ഞാൻ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അതായത് 11x - 3x ആയിട്ട് എന്ത് ചെയ്തു, ഒന്ന് സിംപ്ലിഫൈ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം, x - 11 -3 × x - 11 = 0 എന്ന് എഴുതിക്കൂടെ? സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സിമ്പിൾ ട്രിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, x - 11 × x - 3 = 0 എന്ന് എഴുതാം. സോ x - 11 = 0, അല്ലെങ്കിൽ എന്താ, x - 3 = 0. സോ x = എന്ത് കിട്ടും, 11,3 എന്ന് കിട്ടും. സോ അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ, നമ്മുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്താ വരുന്നത്, 11 - 3 = 8 എന്ന് കിട്ടി. ആ റൂട്ട് കിട്ടി, നമുക്ക് റൂട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇതിൻ്റെ റൂട്ട് കിട്ടി, അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു. റൂട്ട് x = 11 കിട്ടി, x = 3 എന്നാണ് എനിക്ക് കിട്ടിയ റൂട്ട്സ്. അതിനെന്ത് ചെയ്തു, ഡിഫറൻസ് ചെയ്തു. നമുക്ക് ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം പോലെയും ചെയ്യാം കേട്ടോ. അതായത് ഡിസ്ക്രിമിനൻറ്റ് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, -b +or- √b² - 4ac എന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ, ഞാൻ എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡിലേക്ക് വന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് അതിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കണ്ടപ്പോൾ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്, 8 എന്ന വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് ഈസി ആയി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് നമ്മുടെ ലീഗൽ മെട്രോളജിയിലെ മാത്സിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ തന്നിട്ടുള്ള ഫ്രണ്ടിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിട്ടുള്ള എല്ലാ ഇക്വേഷൻസും, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്നുള്ളത് കാര്യം പറഞ്ഞു തന്നു. അതിൽ റൂട്ട്സ് റിയൽ ആണോ, അതായത് ഡിസ്ക്രിമിനൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റിയൽ ആണോ ഇമേജിനറി ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. അങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നത് കുറച്ച് എന്താണ് വർക്കൗട്ട് ചെയ്താൽ മതി. പ്രോബ്ലംസ് ഓരോന്നും ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. Okay, thank you for watching the video.